നമസ്കാരം. ഐ ആം സുരേഷ്. വെൽക്കം ടു മൈ ചാനൽ മാക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്. വില്ലേജ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപ്ലൈ ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി ഞാൻ ഒരു സെഷൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. പരീക്ഷ വളരെ അടുത്ത് വന്നിരിക്കുന്നു. വളരെ ശ്രദ്ധയോടുകൂടി തീവ്രമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വില്ലേജ് അസിസ്റ്റൻറ്റിൻ്റെ അഡ്വൈസ് മെമ്മോ കൈപ്പിടിയിൽ ഒതുങ്ങാവുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു സെഷൻ ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുവേണ്ടി കഴിഞ്ഞ വർഷം 28/5/2025 എഴുതിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങളെ സ്ക്രീനിൽ കാണുന്നത്. അതിലെ മാത്തമാറ്റിക്സിലെ 10 ചോദ്യങ്ങൾ ഞാൻ വളരെ സുഗമമായിട്ട് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിച്ചു തരാം. അത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലാവുന്ന രീതിയിൽ ഇത് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ സെഷനിലേക്ക് കടക്കാം. 71ാമത്തെ ചോദ്യം. ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിലായാൽ ത്രികോണത്തിലെ ചെറിയ കോൺ എത്ര? ഒന്നുകൂടി ചോദ്യം ആവർത്തിക്കാം. ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:4 ആയാൽ ആ ത്രികോണത്തിലെ ചെറിയ കോണ് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അറിയാത്തത് കൊണ്ട് നമുക്ക് എക്സ് ചേർക്കാം. അപ്പോൾ 5x-ഉം 3x-ഉം 4x-ഉമാണ് യഥാക്രമം അതിലെ കോണുകൾ. അതിൽ ചെറുത് എന്ന് പറയുന്നത് 3x. ഇതെത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം ത്രികോണത്തിലെ കോണുകളുടെ അളവുകൾ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 150 എന്ന് വെച്ചാൽ 5ഉം 3ഉം 8ഉം 4ഉം 12x എന്ന് പറയുന്നത് 180. നമുക്ക് 12x കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, 3x കണ്ടുപിടിച്ചാൽ മതി. അതിനെ കൊണ്ട് 4 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 12നെ 4 കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിൽ 3 കിട്ടും. അപ്പോൾ 3x എത്രയാണെന്നാണ് ആവശ്യം. അപ്പോൾ 180നെ 4 കൊണ്ട് ഹരിക്കണം. ബുദ്ധിമുട്ടാണ്. എളുപ്പത്തിലൊരു മാർഗം പറഞ്ഞു തരാം. 2 പ്രാവശ്യം പകുതി കാണുക. 150ൻ്റെ ആദ്യത്തെ പകുതിയാണ് 90, 90ൻ്റെ രണ്ടാമത്തെ പകുതിയാണ് 45. 4 കൊണ്ട് ഹരിക്കാനുള്ള മാർഗമാണത്. അപ്പോൾ 3x എന്ന് പറയുന്നത് 45ആണ്. അപ്പോൾ ഇതിലെ ഓപ്ഷൻ 45 എവിടെയാണെന്ന് നോക്കാം. അതാ ലാസ്റ്റിലതാ. അപ്പോൾ ആൻസർ ഡി ആണ്. ഓക്കെ. 72ാമത്തെ ചോദ്യം. z = x + y, x -10, y 3 ആയാൽ z എത്ര? ഈ എക്സും വൈയും കണ്ടിട്ടൊന്നും ബേജാറാവണ്ട. z എന്ന് പറയുന്നത് x + y ആണ്. അപ്പോൾ അതിൽ എക്സിൻ്റെ സ്ഥാനത്ത് -10 കൊടുക്കണം. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഞാൻ -10 എഴുതുന്നു, വൈയുടെ സ്ഥാനത്ത് 3 എഴുതുന്നു. ഈ -10 + 3 എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വലത്ത് നിന്നും ഇടത്തോട്ടേക്ക് വായിച്ചാൽ മതി. എന്ന് വെച്ചാൽ 3ൽ നിന്നും 10 കുറയ്ക്കുക. 3ൽ നിന്നും 10 കുറയ്ക്കുമ്പോൾ -7 എന്ന് വരും. ഒന്നുകൂടി പറയാം. z = x + y, എക്സിന് -10 കൊടുക്കണം, വൈക്ക് 3 കൊടുക്കണം. -10 + 3 എങ്ങനെ ചെയ്യണം? വലത്ത് നിന്നും ഇടത്തോട്ടേക്ക് വായിക്കുമ്പോൾ 3ൽ നിന്നും 10 കുറയ്ക്കുക. അപ്പോൾ -7 എന്ന് വരും. ഇതിൽ -7 എവിടെയാണെന്ന് നോക്കൂ. ആൻസർ ബി ആണ്. ബി ആണ് ശരിയായ ഉത്തരം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ്. എന്ന് വെച്ചാൽ എയുടെ ആൻസർ 12, ബിയുടെ ആൻസർ 38, 24, 16. 12, 48, 24, 16. അപ്പോൾ 12ൻ്റെ ഗുണിതങ്ങളാണ് 48, 4 12 48, 2 × 12 24. അപ്പോൾ 12ൻ്റെ ഗുണിതങ്ങളാണ് എയും ബിയും സിയും. അപ്പോൾ ആ ഗുണിതങ്ങളിൽ പെടാതെ നിൽക്കുന്നത് ഒറ്റയാനാണ് ഡി. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ 73 എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഡി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 75. 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയും. അപ്പോൾ നമുക്കൊരു ചതുരം വരയ്ക്കുമ്പോൾ 40 മീറ്റർ നീളം, 30 മീറ്റർ വീതി. അപ്പോൾ ഇവിടെയും 40 വരും, ഇവിടെയും 30 വരും. ഈ ചതുരത്തിൻ്റെ ചുറ്റളവ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റുമുള്ള അളവ് എത്രയാണെന്ന് വെച്ചാൽ 40, 30, 70, 70, 70 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 140 വരും. ഇതാണ് ചുറ്റളവ്. അപ്പോൾ ഒരു സമചതുര ചുറ്റളവിനോട് തുല്യമായാൽ, അപ്പോൾ സമചതുരം എന്ന് പറയുന്നത് 4 വശങ്ങളാണ്. അപ്പോൾ 4 വശങ്ങളും കൂടി കൂട്ടിയാൽ 140 ആണെങ്കിൽ
ഒരു വശത്തിൻ്റെത് എത്രയെന്ന് ചോദിക്കുമ്പോൾ 140നെ 4 കൊണ്ട് ഹരിക്കണം. 4 വശങ്ങൾ 140 ആണെങ്കിൽ ഒരു വശത്തിൻ്റെത് 140നെ 4 കൊണ്ട് ഹരിക്കണം. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുന്നത് 2 പ്രാവശ്യം പകുതി എടുക്കുക. അപ്പോൾ 140ൻ്റെ ആദ്യത്തെ പകുതി എന്ന് പറയുന്നത് 70 70ൻ്റെ ഒന്നുകൂടി പകുതി കാണുമ്പോൾ 35. 140ൻ്റെ ആദ്യത്തെ പകുതി 70, 70ൻ്റെ രണ്ടാമത്തെ പകുതി എന്ന് പറയുന്നത് 35. ഈ 35 എവിടെയാണ് നിൽക്കുന്നത് നോക്കാം. ഓപ്ഷൻ എ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എ. 76ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മിക്ക PSC പരീക്ഷകളിലും മിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസ് മറ്റു പല എക്സാമിലുള്ള ഒരു ചോദ്യം തന്നെയാണ് ആവർത്തിച്ച് വരുന്നത്. ഒരു വരിയിൽ അരുൺ മുമ്പിൽ നിന്ന് 4ാമതും പിന്നിൽ നിന്ന് 20ഉം ആയാൽ ആ വരിയിൽ എത്ര പേരുണ്ട്? അപ്പോൾ അരുൺ മുന്നിൽ നിന്നും 4ാമതാണ്, പിന്നിൽ നിന്നാണെങ്കിൽ 20ാമത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ 20ഉം 4ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 24 കിട്ടുന്നു. പക്ഷേ ഒരു അരുണിനെ മൈനസ് ചെയ്യണം, 2 അരുണായി പോകും. അപ്പോൾ 24ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും 23. ഒന്നുകൂടി ഞാൻ പറയാം. അരുൺ മുന്നിൽ നിന്നും 4ാമതും പിന്നിൽ നിന്നും 20 എന്ന് പറയുമ്പോൾ 20ഉം 4ഉം കൂടി കൂട്ടുമ്പോൾ 24 എന്ന് വരുമ്പോൾ അരുൺ 2 പ്രാവശ്യം എടുക്കുന്നത് കൊണ്ട് ഒരു അരുണിനെ കുറച്ചാൽ 24ൽ നിന്നും 1 കുറയ്ക്കുമ്പോൾ 23 എന്ന് കിട്ടുന്നു. ഈ 23 എവിടെയാണെന്ന് നമുക്ക് നോക്കിയാലോ. 23 സി ആണുള്ളത്. അപ്പോൾ 76 എന്ന ചോദ്യത്തിൻ്റെ ആൻസർ 23 ആണ്. അത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം 18 കുറയ്ക്കണം 6 ഹരിക്കണം 3 × 4 ആണ്. ഇത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിലും അത് നമുക്ക് സത്യം പറഞ്ഞാൽ വളരെ നിസ്സാരമായൊരു ചോദ്യമാണ്. എന്നാൽ ഹരണവും ആദ്യം ചെയ്യണം, ഹരണം കഴിഞ്ഞിട്ടാണ് ഗുണനം. അത് മാത്രം ആലോചിച്ചാൽ മതി. പ്ലസ്സോ മൈനസോ നിങ്ങൾ പ്രശ്നമാക്കണ്ട. ആദ്യം ഹരണം പിന്നെ ഗുണനം. അപ്പോൾ ഹരണം എന്ന് പറയുമ്പോൾ 6നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2 എന്ന് കിട്ടുന്നു. ആ 2നെ 4 കൊണ്ട് ഗുണിച്ചാൽ 8 ആയിരിക്കും. ആ 8നെ 18ൽ നിന്നും കുറച്ചാൽ ആൻസർ 10 ആയിരിക്കും. ഒന്നും കൂടി ഞാൻ പറയാം. 6നെ 3 കൊണ്ട് ഹരിക്കുന്നു 2, ആ 2നെ 4 കൊണ്ട് ഗുണിച്ചാൽ 8, ആ 8നെ 18ൽ നിന്നും കുറച്ചാൽ 10 ആണെന്ന്. ആ 10 എവിടെയെന്ന് നോക്കാം. ഓപ്ഷൻ എ ആണ് 77ൻ്റെ ആൻസർ. ബോർഡ് മാസം നിങ്ങൾ ആലോചിക്കേണ്ട. ഹരണവും ഗുണനവും വരുമ്പോൾ ആദ്യം ഹരണം ചെയ്യുക, പിന്നെ ഗുണനം ചെയ്യുക. പ്ലസ് മൈനസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം, കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പൊണൻസ് എന്നുള്ള വിഭാഗത്തിലാണ് കൃത്യംഗങ്ങൾ. അപ്പം -2/3 ഹോൾ ക്യൂബ് ഇൻറ്റു 3/5. ഞാൻ ആ ചോദ്യം ഒന്ന് എഴുതാം. -2/3 ഹോൾ ക്യൂബ്, അതും 3/5 ഹോൾ സ്ക്വയർ കൂടിയാണ്. ഇത് എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് മൈനസിൻ്റെ ക്യൂബ് മൈനസ് തന്നെ വരും, അതിൽ യാതൊരു സംശയമില്ല. പിന്നെ 2/3 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? 2/3 ക്യൂബിൻ്റെ അർത്ഥം 2/3 3 പ്രാവശ്യം എഴുതുക, അത്രയേ ഉള്ളൂ. അതുപോലെ 3/5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3/5 2 പ്രാവശ്യം എഴുതുക. അപ്പോൾ 2/3 3 പ്രാവശ്യം എഴുതുന്നു, 3/5 2 പ്രാവശ്യം എഴുതുന്നു. നമുക്കിതിൽ പറ്റാവുന്നതൊക്കെ ക്യാൻസൽ ചെയ്താൽ മുകളിൽ നിന്നൊരു 3, താഴത്തൊരു 3 കട്ട് ചെയ്തു, വീണ്ടും അതാ ഒരു 3, വീണ്ടും ഒരു 3 കൂടി കട്ട് ചെയ്യുന്നു. അവസാനം നോക്കൂ ബാക്കിയുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്. 2 × 2 × 2 3 പ്രാവശ്യം 2 ഉണ്ട്, താഴത്തൊരു 3ഉം ഒരു 2 5ഉം ഉണ്ട്, ഒരു മൈനസും ഉണ്ട്. നെഗറ്റീവ് എപ്പോഴും വരും. അപ്പോൾ 2 × 2 × 2 എന്നുള്ളത് 8ഉം 3 × 5 15 × 5 75. അപ്പോൾ ആൻസർ -8/75 കിട്ടിയത്. നമുക്ക് ആ ഓപ്ഷൻ നോക്കാം. അതാ നോക്കൂ, ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഓപ്ഷൻ. അപ്പോൾ ആൻസർ സി ആണ് 78ൻ്റെ ആൻസർ ഓപ്ഷൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 79. ഞാൻ ആ ചോദ്യം വായിക്കാം. 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ് എന്ന് ചോദിച്ചാൽ 72.29 നിന്നും 53.6 കൂടി ഒരു 0 ചേർത്തി കഴിഞ്ഞാൽ 60 എന്നായിരിക്കും. അപ്പോൾ 72.29 നിന്നും 53.60 കുറയ്ക്കുമ്പോൾ 9ഉം 6ഉം 6ഉം 12 1 3 4 8
ബാക്കി 1, 5, 6, 1, 7 വരും. അപ്പോൾ 18.69 അതിൻ്റെ ആൻസർ. അത് നേരെ നോക്കാം. അതാ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ പോലത്തെ VA എക്സാമിൽ മാത്തമാറ്റിക്സിൻ്റെ ഗണിതത്തിലെ 10 ചോദ്യങ്ങളാണ്. 71 മുതൽ 80 വരെയുള്ള 10 ചോദ്യങ്ങൾ. അതിൽ 9 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഗൗരവവും അതിൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ എളുപ്പവും നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അത് 1, 2, 4 പിന്നെ കാണാനില്ല, 3 സംഖ്യകളായി. അപ്പോൾ 1ൻ്റെ ഇരട്ടിയാണ് 2, 2ൻ്റെ ഇരട്ടിയാണ് 4, 4ൻ്റെ ഇരട്ടിയാണ് 8, 8ൻ്റെ ഇരട്ടിയാണ് 16, പിന്നെ 32, പിന്നെ 64, പിന്നെ 128, പിന്നെ 256, വീണ്ടും ഇരട്ടിയെടുത്താൽ 512. ഞാൻ നോക്കട്ടെ, എണ്ണി നോക്കട്ടെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നോക്കൂ, 10ാമത്തെ സംഖ്യ എന്ന് പറയുന്നത് വെറുതെ ഇരട്ടി എടുത്ത് എണ്ണി നോക്കി ഇപ്പോൾ കിട്ടുന്നത് 512 ആണ്. ഓപ്ഷൻ നോക്കൂ, ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇത്രയും ഈ 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അടുത്ത 2026 VA എന്ന എക്സാമിനെ നിങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ, ഒന്ന് എല്ലാ കാര്യങ്ങളൊന്നും മാറ്റിവെച്ച് ഇതിലേക്കൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അഡ്വൈസ് മെമ്മോ നിങ്ങൾക്ക് ഷുവറായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.